വീട്ടിലേക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഒരുപാട് ആളുകൾക്ക് താല്പര്യം വീട്ടിലേക്ക് വലിയ സ്ലാബ് ടൈല് അല്ലെങ്കിൽ ചെറിയ ടൈല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ. ഞാൻ നമ്മളെ യൂട്യൂബിൽ പറഞ്ഞിട്ട് വീടെടുക്കാൻ ഏറ്റവും ബെറ്റർ മാർബിളാണോ ഗ്രാനൈറ്റ് ആണോ? ഇത് എപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ള സംഭവമാണ് കേരളത്തിൽ. നല്ലത് മാർബിളാണോ ഗ്രാനൈറ്റ് ആണോ? ഞാൻ പറയാം, ഗ്രാനൈറ്റ് ആകുമ്പോൾ ഒരു ചെറിയൊരു വിഷയം വരുന്നത് ചില സമയത്ത് ബ്ലാക്ക് ടൈപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ഫംഗസ് വരും, ഒരു വൈറ്റ് കളർ വന്നിട്ട് പിന്നെ അതിന് മുകളിൽ പൊടിഞ്ഞു വരും. അല്ലെങ്കിൽ ലൈറ്റ് കളർ വരികയാണെങ്കിൽ അതിന്റെ മേലെ റെസ്റ്റ് വരും, ഒരു പുയിക്കാരം പോലെ. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് വല്ലപ്പോയി ആളുകൾ വീട് മൊത്തം ചെയ്യാൻ ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല. ആളുകൾ അധികം ഉപയോഗിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ചാരുപടിക്ക്, അതുപോലെ നമ്മുടെ റാക്കിന്, കിച്ചണിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡെപ്പോത്ര സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാർബിള് അങ്ങനെയല്ല. മാർബിള് വല്ലാത്തൊരു ഫിഗറാണ്. ഇത് വലിയ ഗ്രാൻഡ്സോ സ്ലാബാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പുതിയ ലോഡുകൾ ഇറങ്ങുന്നുണ്ട്. മാർബിള് ഒരു നൊസ്റ്റാൾജിയുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടതാണ്. വീട്ടിൽ മറ്റേ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് മാർബിളാണ് ആഗ്രഹിക്കുക. കാരണം മാർബിൾ എന്ന് പറയുന്ന വീടിന്റെ അന്നത്തെ കാലത്തുള്ള ഒരു കേട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ സ്ലാബുകൾ വേണം. ചെറിയ പീസ് മാർബിളിനപ്പുറം വലിയ വലിയ സ്ലാബുകൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇന്ത്യൻ മാർബിളിൽ മോർവാടും മോർച്ചാനൊക്കെ മനോഹരമായിട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള സിൽവാൻ മാർബിളാണ് എത്തിയിട്ടുള്ളത്. വീടൊരുക്കുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടത് സിൽവാനിൽ അവൈലബിൾ ആണ്. സിൽവാൻ കഞ്ഞിപ്പുര, വളാഞ്ചേരിക്ക് അടുത്തുള്ള കഞ്ഞിപ്പുരയിലാണ് സിൽവാന്റെ മാർബിള ഷോറൂം. വലിയ ഗ്രാൻഡ്സ്, പ്യുവർ വൈറ്റ്, ചെറിയ ഷെയ്ഡ് മാത്രം. ആഫ്റ്റർ വർക്ക് ചെയ്താൽ ഈ ഒരു ഫിനിഷ് കിട്ടുന്ന മാർബിളിന്റെ ഡിസൈനുകളാണ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിൽവാൻ മാർബിളിൽ ലോക്കൽ ക്വാളിറ്റി മാർബിൾ നമ്മൾ ഇറക്കുന്നില്ല. മാക്സിമം ആവറേജ് ആൻഡ് എബോവ് ആവറേജ് ഉള്ളൂ. പറ്റ ലോക്കൽ ഫില്ലിംഗ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വീടെടുക്കുന്ന സമയത്ത് ചെറിയ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ചിലപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോകും, പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാവും. ഇവിടെ ഇറക്കുന്ന ആവറേജ് എബോവ് ആവറേജ്. കാരണം ഒന്ന് നമ്മൾ കണ്ടെയ്നറിൽ വലിച്ചിറക്കുന്നതാണ്. കണ്ടെയ്നർ വലിച്ചിറക്കുന്നു, പിന്നീട് നമ്മളിവിടെ ഇറക്കി വെക്കുന്നു, പിന്നെ കസ്റ്റമർ വരുമ്പോൾ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റുന്നു, പിന്നീട് കസ്റ്റമറുടെ വീട്ടിൽ വലിച്ചിറക്കുന്നു, പിന്നീട് വർക്കേഴ്സ് എടുക്കുന്നു. അങ്ങനെ 4-5 പ്രാവശ്യം ഇറക്കൽ കയറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ലോക്കൽ ക്വാളിറ്റി ആണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടൊരുക്കുന്ന ആളുകളെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഏറ്റവും ലോക്കൽ ക്വാളിറ്റി ഞങ്ങൾ ചെയ്യുന്ന ബിൽഡിങ്ങിലെ ആവറേജ് എബോവ് ആവറേജ് ചെയ്യുന്നത്, അതും നിങ്ങളെ പോക്കറ്റുന്ന റേറ്റിൽ സിൽവാൻ അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഓരോ കസ്റ്റമർ നമ്മളെ അടുത്ത് കൂടെ പോവുകയാണ്. ഇത് സെയ്തൽവിക്കാണ്. നമ്മൾ അതുപോലെ തന്നെ നിങ്ങളെ പേര് റഫീഖ് ഉണ്ട്. എങ്ങനെയുണ്ട് സെയ്തൽവിക്ക നമ്മൾ സിൽവാൻ മാർബിളിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വലിയ കുഴപ്പമില്ല, അടിപൊളിയാണ്, നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ എന്റെ സുഹൃത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ സിൽവാനിൽ വന്നിട്ടുള്ള ഒരാളുകളുടെ അഭിപ്രായമാണ് കേൾക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക.